Hello students, in this video let us study about sulfur hexafluoride circuit breakers or SF6 circuit breakers and vacuum circuit breaker. First, SF6 circuit breaker. In this type of circuit breakers, SF6 gas is used as an arc quenching medium. So SF6 gas is an electronegative gas, that is, it has a strong tendency to absorb free electrons. സോ അത് ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിനെ അത് അബ്സോർബ് ചെയ്യും. ഓക്കെ, സോ നമുക്കറിയാം ആർക്ക് ഫോം ചെയ്യുന്നത് അവിടെ അയണൈസ് ചെയ്തിട്ടാണ് ആർക്ക് ഫോം ചെയ്യുന്നത്. സോ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിനെ ഈ SF6 ഗ്യാസ് അബ്സോർബ് ചെയ്തിട്ട് ആർക്ക് ഡിയണൈസ് ചെയ്ത് ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും. അങ്ങനെ ഫോൾട്ട് കറണ്ടിനെ ഇൻറ്ററപ്റ്റ് ചെയ്യും. സോ അതാണ് SF6 ഗ്യാസിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ അങ്ങനെയാണ് വരുന്നത്. ഇനി കൺസ്ട്രക്ഷൻ പറയുവാണെങ്കിൽ it consists of fixed contact and moving contact which is enclosed in a chamber called arc interruption chamber. So ഈ arc interruption chamberൽ SF6 ഗ്യാസ് ഉണ്ട് ആൻഡ് ഈ ചേംബർ ഒരു SF6 ഗ്യാസ് റിസർവോയറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ഈ കോണ്ടാക്ട്സ് സെപ്പറേറ്റഡ് ആകുമ്പം ഈ SF6 ഗ്യാസ് ഈ ആർക്ക് ഇൻട്രപ്ഷൻ ചേംബറിലോട്ട് ഫ്ലോ ചെയ്യും. അതായത് ഈ കോണ്ടാക്ട്സ് സെപ്പറേറ്റ് ആകുമ്പോൾ തന്നെ അവിടുത്തെ വാൽവ് ഓപ്പൺ ആയിട്ട് ഈ റിസർവോയറിൽ നിന്ന് SF6 ഗ്യാസ് കൂടുതലായിട്ട് ഈ ആർക്ക് ഇൻട്രപ്ഷൻ ചേംബറിലോട്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ ആ ആർക്കിംഗ് പാത്തിൽ അവിടെ വരുന്ന അയണൈസ് ഇലക്ട്രോൺസിനെയൊക്കെ ഇത് അബ്സോർബ് ചെയ്ത് ആർക്കിനെ ഡീഅയണൈസ് ചെയ്യുന്നു. ഓക്കെ, ഇനി വർക്കിംഗ് പറയുകയാണെങ്കിൽ ക്ലോസ്ഡ് പൊസിഷനിൽ കോണ്ടാക്ട്സ് SF6 ഗ്യാസ് വെച്ച് സറൗണ്ട് ചെയ്തിട്ടുണ്ടാവും. സോ അപ്പോൾ ഉണ്ടാകുന്ന SF6 ഗ്യാസിൻ്റെ പ്രഷർ 2.8 kg/cm² ആണ്. ഇനി ഫോൾട്ട് വരുമ്പം ഈ കോണ്ടാക്ട്സ് സെപ്പറേറ്റഡ് ആവും. സോ കോണ്ടാക്ട്സ് സെപ്പറേറ്റഡ് ആവുമ്പം, അതായത് മൂവിങ് കോണ്ടാക്ട് ഫിക്സഡ് കോണ്ടാക്റ്റിൽ നിന്ന് സെപ്പറേറ്റഡ് ആവും. സോ മൂവിങ് കോണ്ടാക്ട് സെപ്പറേറ്റഡ് ആവുമ്പോൾ തന്നെ ഈ SF6 ഗ്യാസ് റിസർവറിൻ്റെ വാൽവ് ഓപ്പൺ ആയി അവിടുന്ന് കൂടുതൽ SF6 ഗ്യാസ് ഈ കോണ്ടാക്ട്സിനിടയ്ക്കോട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, സോ ഇതൊരു സിങ്ക്രണൈസ് ചെയ്തിട്ടായിരിക്കും ഇത് ഈ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത്. അതായത് മൂവിങ് കോണ്ടാക്ട് ഓപ്പൺ ആകുമ്പോൾ തന്നെ SF6 ഗ്യാസ് റിസർവോയറിൻ്റെ വാൽവ് ഓപ്പൺ ആയി കൂടുതൽ SF6 ഗ്യാസ് ഹൈ പ്രഷർ, അതായത് 14 kg/cm² പ്രഷറിലാണ് SF6 ഗ്യാസ് ഈ കോണ്ടാക്ട്സിനിടയ്ക്കോട്ട് ഡയറക്റ്റ് ചെയ്യുന്നത്. സോ SF6 ഗ്യാസ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിനെ അത് അബ്സോർബ് ചെയ്യും. അങ്ങനെ ആർക്കിന് അത് പെർസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെ ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ആവും. ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ആകുമ്പോൾ ഫോൾട്ട് കറണ്ടിനെയും ഇൻറ്ററപ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെയാണ് ഫോൾട്ട് കറണ്ടിനെ ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്നത്. ഇനി ഫോൾട്ട് ആർക്ക് എക്സ്റ്റിങ്ക്റ്റ് ആയ ശേഷം കോണ്ടാക്ട്സ് ക്ലോസ്ഡ് പൊസിഷനിലാവും. അതുകൂടാതെ തന്നെ വാൽവ് ക്ലോസ്ഡ് ആവും. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് SF6CB. So advantages, SF6 gas has the superior arc quenching properties. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് വെരി ഷോർട്ട് ആർക്കിംഗ് ടൈം. സോ ആർക്കിംഗ് ടൈം വളരെ കുറവാണ്. ആർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ആർക്ക് പെട്ടെന്ന് തന്നെ എക്സ്റ്റിങ്ക്വിഷ് ആവും. ഓക്കെ, ആർക്ക് കൂടുതൽ സമയം പെർസിസ്റ്റ് ചെയ്യത്തില്ല, പെട്ടെന്ന് തന്നെ എക്സ്റ്റിങ്ക്വിഷ് ആവും. അതിനെയാണ് ഷോർട്ട് ആർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം SF6 ഗ്യാസിന് 2 to 3 times ഡയലക്ട്രിക് സ്ട്രെങ്ത് കൂടുതലാണ് എയറിനേക്കാളും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ലാർജർ കറണ്ടൊക്കെ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ SF6 ഗ്യാസിന് പറ്റും. SF6 ഗ്യാസ് സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യുന്നത് 220 kV സബ്സ്റ്റേഷൻസ് അല്ലെങ്കിൽ പവർ സ്റ്റേഷൻസിലൊക്കെ SF6 ഗ്യാസ് സർക്യൂട്ട് ബ്രേക്കറാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ഇറ്റ് ഗീവ്സ് നോയ്സ്ലെസ് ഓപ്പറേഷൻ. And unlike air blast circuit breaker, there is no exhaust to atmosphere. So air blast circuit breakerൽ ആർക്കിംഗ് പ്രോഡക്റ്റ് ഒക്കെ എക്സോസ്റ്റ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിലോട്ടാണ്. സോ ഇവിടെ SF6 ഗ്യാസിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇനി അതുകൂടാതെ തന്നെ ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ചേംബറിലാണ് SF6 ഗ്യാസ് സ്റ്റോർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ മോയ്സ്ചർ പ്രോബ്ലം ഒന്നും തന്നെ ഇല്ല. പിന്നെ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്
there is no chance of fire in case of SF6 circuit breaker, and there are no carbon deposits, so that tracking and installation problems are eliminated. And SF6 breakers have low maintenance cost, light foundation requirements, and minimum auxiliary equipment. ഇനി നെക്സ്റ്റ് അഡ്വാൻറ്റേജ്, ഇത് നമുക്ക് എക്സ്പ്ലോഷൻ ഹസാഡസ് ആയിട്ടുള്ള പ്ലേസസിലൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം ഇത് അതായത് ചാൻസ് ഓഫ് ഫയർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്പ്ലോഷൻ പ്രോൺ ആയിട്ടുള്ള പ്ലേസസിലൊക്കെ SF6 സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യും. Disadvantage is that it is very expensive and it has to be reconditioned after every operation of the breaker. Next one, vacuum circuit breakers or VCB. Vacuum offers the highest insulating strength. That means it has far superior arc quenching properties than any other medium. So ഇതിനും വളരെയധികം ആർക്ക് quenching പ്രോപ്പർട്ടി വളരെ കൂടുതലാണ് വാക്വത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ. ഓക്കെ, സോ വാക്വം കൺസിഡർ ചെയ്യുമ്പം ഇവിടെ ജസ്റ്റ് കോണ്ടാക്ട്സ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ആർക്കിനെ എക്സ്റ്റിങ്വിഷ് ആവും. അതായത് ആർക്കിൻ്റെ ഫസ്റ്റ് കറണ്ട് സീറോ എത്തുന്നതിന് മുമ്പ് തന്നെ ആർക്കിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ അതായത് ഫസ്റ്റ് കറണ്ട് സീറോ എത്തുമ്പോൾ തന്നെ ആർക്കിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ ഈ വാക്വം സർക്യൂട്ട് ബ്രേക്കർ കൊണ്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ ഷോർട്ട് ആർക്കിംഗ് ടൈമാണ്. കോണ്ടാക്ട്സ് ജസ്റ്റ് ഫോൾട്ട് കറണ്ട് വരുമ്പോൾ തന്നെ കോണ്ടാക്ട്സ് സെപ്പറേറ്റഡ് ആവും. സോ ആ കോണ്ടാക്ട്സ് സെപ്പറേറ്റഡ് ആവുന്ന ആ ടൈമിൽ തന്നെ ആർക്ക് എക്സ്റ്റിങ്വിഷ് ആവും. സോ ഇവിടെ കോണ്ടാക്ട്സ് സെപ്പറേറ്റഡ് ആവുമ്പം ഇവിടെ അയോൺസ് വരുന്നത് എയർ പാർട്ടിക്കിൾസ് അയണൈസ് ചെയ്തിട്ടല്ല ആർക്ക് ഉണ്ടാവുന്നത്. പകരം ഇവിടെ കോണ്ടാക്ട്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് ഫിക്സഡ് കോണ്ടാക്ട് മൂവിങ് കോണ്ടാക്റ്റുമായിട്ട് യൂസ് ചെയ്യുന്നത് മെറ്റാലിക് കോണ്ടാക്ട്സ് ആണ്. സോ ഇവിടെ ആ മെറ്റൽ അയോൺസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, സോ ആ മെറ്റൽ അയോൺസിനെയാണ് വാക്വം ഡീഅയണൈസ് ചെയ്യുന്നത്. സോ കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫിക്സഡ് കോണ്ടാക്ട്, മൂവബിൾ കോണ്ടാക്ട് ആൻഡ് ആൻ ആർക്ക് ഷീൽഡ്. സോ മൂവബിൾ കോണ്ടാക്ട് മൂവ് ചെയ്യുന്നത് ബെല്ലോസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ മൂവബിൾ കോണ്ടാക്ട് അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഇനി ആർക്ക് ഷീൽഡ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ മെറ്റാലിക് വേപ്പേഴ്സൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആർക്ക് ഷീൽഡ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ഡിറ്റീരിയറേഷൻ ഓഫ് ദ ഇൻറ്റേർണൽ ഡയലക്ട്രിക് സ്ട്രെങ്ത് by preventing metallic vapors falling on the inside surface of the outer insulating cover. സോ വർക്കിംഗ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ഇവിടെ മെറ്റൽ അയോൺസിൻ്റെ അയണൈസേഷൻ കാരണമാണ് ആർക്ക് ഉണ്ടാകുന്നത്. ഇനി ആ ആർക്ക് പെട്ടെന്ന് തന്നെ എക്സ്റ്റിങ്വിഷ് ആവും. കാരണം ഈ ആർക്ക് വാക്വം വെച്ചിട്ട് ഈ ആർക്കിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിഫ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ആ കോണ്ടാക്ട്സ് ജസ്റ്റ് ഒരു ഷോർട്ട് ഗ്യാപ്പ് ലെങ്ത് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ആ ഷോർട്ട് ഗ്യാപ്പ് ലെങ്ത്, അതായത് കോണ്ടാക്ട്സ് ജസ്റ്റ് സെപ്പറേറ്റ് ആകുമ്പോൾ തന്നെ ആർക്കിനെ നമുക്ക് എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കും വാക്വം സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്ത്. Advantages are they are compact, reliable and have longer life. There are no fire hazards. There is no generation of gas during and after operation. They can interrupt any fault current. സോ ഒരു ഹെവി ഫോൾട്ട് കറണ്ട് വരുവാണെങ്കിലും കോണ്ടാക്ട്സ് ഒരു ഡെഫിനറ്റ് പൊസിഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഫോൾട്ട് കറണ്ടിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. They require little maintenance and are quiet in operation. They can successfully withstand lightning surges. They have low arc energy. They have low inertia and hence requires smaller power for control mechanism. Thank you.